10-13 വർഷം കൊണ്ട് ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടായ ഒരു മാറ്റം എന്താണ്? ഫിലിമിന്റെ ബഡ്ജറ്റിംഗ് സംബന്ധിച്ചും അല്ലെങ്കിൽ ഇതിന്റെ ഈ ബോക്സ് ഓഫീസ് വിജയങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ ഘടകങ്ങളുണ്ടല്ലോ, പ്രൊഡക്ഷൻ കോസ്റ്റ്, എക്സ്പെൻസസ്. നമ്മൾ പഴയ ഒരു കാലത്ത് നിന്ന് ഇപ്പോൾ കൂടുതൽ ഡിജിറ്റലൈസ് ചെയ്തു. അപ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറേയൊക്കെ കുറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വന്നൊരു ചേഞ്ചസ് ഒരു എക്സ്പെൻസ് സൈഡിൽ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഇപ്പോൾ ചിത്രങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ടോ? കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമ്മൾ അങ്ങനെ നോക്കിയാൽ പണ്ട് ഫിലിമിൽ ചെയ്തിരുന്ന സമയത്തായിരുന്നു കോസ്റ്റ് കുറവ്. സിനിമയുടെ പ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ, അതായത് നമ്മളിപ്പോ ഈ പറയുന്ന ഇപ്പൊ സല്ലാപം, ഈ പുഴയും കടഞ്ഞ എക്സാമ്പിൾ ആൾക്കാർക്ക് മനസ്സിലാൻ വേണ്ടി പറയാണ്. ആ ഒരു കാലം ഓർക്കുന്നുണ്ടല്ലോ. അല്ല, ആ കാലത്ത് ഒരു സിനിമ തീർക്കുക എന്ന് പറയുന്നത് 65 ലക്ഷം രൂപ പരമാവധി ചെലവ് വരുന്ന കാലമായിരുന്നു. മനസ്സിലായി? 75 ലക്ഷം, അതിനുള്ളിൽ മൊത്തം സിനിമ തീരാണ്, സിനിമ കംപ്ലീറ്റ് ആവും. ഇവിടെ ഇന്ന് നമുക്കത് ആ 75 ലക്ഷം ഓഫ് കോഴ്സ് മണി വാല്യൂ മാറിയിട്ടുണ്ട്. എന്നാൽ പോലും ഒരു 3 താരങ്ങൾക്ക് പ്രതിഫലം കൊടുക്കാൻ പറ്റില്ല 75 ലക്ഷം രൂപ. അത് തികയില്ല. ഞാനത് ചോദിക്കാൻ പറ്റും. അപ്പൊ എക്സ്പെൻസ് സൈഡ് കൂടിയിട്ടേ ഉള്ളൂ. ടെക്നോളജി വലുതായപ്പോ പണി കൂടിയെന്നാണ് എനിക്ക് തോന്നുന്നത്.